ഔഷധകുമാരൻ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷേ അവൻ ജനിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ അമൂല്യമായ ഒരു ഔഷധ ചെടി ഉണ്ടായിരുന്നു. ഏത് രോഗത്തെയും ചികിത്സിച്ച് ഭേദമാക്കാൻ തക്ക ശക്തിയുള്ള ഒരു ഔഷധ ചെടി. അങ്ങനെ ഒരു ചെടിയുടെ കമ്പുമായിട്ട് ജനിച്ചതുകൊണ്ടാണ് മാതാപിതാക്കൾ ഔഷധകുമാരൻ എന്ന് പേരിട്ടത്. ഇവൻ ജനിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മിഥിലയിലെ രാജാവായ വൈദേഹൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നപ്രകാരം വളരെ ഉന്നതനായ, വളരെ വിവേകിയായ ഒരു കുട്ടി തൻ്റെ രാജ്യത്ത് ജനിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ഒരു കുട്ടി എവിടെയാണ് ജനിച്ചത് എന്ന് ഈ രാജാവ് അന്വേഷിക്കുകയും കയ്യിൽ ഒരു ഔഷധ ചെടിയുമായിട്ട് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് എന്ന് അറിയുകയും ചെയ്തു. താൻ സ്വപ്നത്തിൽ കണ്ട കുട്ടി ഇതാണ് എന്നറിഞ്ഞ രാജാവ് ആ കുട്ടിയെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ദത്തെടുക്കുകയും അവനെ അവിടെ വളർത്തുകയും ചെയ്തു. അങ്ങനെ ഔഷധകുമാരൻ മിഥിലയിലെ രാജകൊട്ടാരത്തിൽ വളർന്നു. അവൻ വളരെ മിടുക്കനായൊരു കുട്ടിയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ രാജകൊട്ടാരത്തിലെ സേവകർ കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ കൂടി അങ്ങനെ നടക്കുമ്പോൾ കുളത്തിൻ്റെ അടിയിൽ എന്തോ ചുവന്ന നിറത്തിൽ തിളങ്ങുന്നത് കണ്ടു. അപ്പോൾ ഇതിലെ ഒരു സേവകൻ മറ്റേ ആളോട് പറഞ്ഞു, "ദാ നോക്കൂ, വെള്ളത്തിനടിയിൽ ഒരു രത്നം കിടന്ന് തിളങ്ങുന്നു, ഞാനിത് മുങ്ങിയെടുക്കട്ടെ." അങ്ങനെ അയാൾ ആ വെള്ളത്തിലിറങ്ങി മുങ്ങി തപ്പിയിട്ട് ആ രത്നം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അയാളുടെ സുഹൃത്തായ മറ്റേ സേവകൻ വെള്ളത്തിലിറങ്ങി ഈ രത്നം എടുക്കാൻ നോക്കി. പക്ഷെ അയാൾക്കും ഈ രത്നം വീണ്ടെടുക്കാൻ പറ്റിയില്ല. അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരോടൊക്കെ ഇത് പറയുകയും അവരെല്ലാവരും കൂടി ചേർന്ന് ഈ രത്നം വെള്ളത്തിനടിയിൽ നിന്ന് വീണ്ടെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും അവർക്ക് ആർക്കും ഈ രത്നം എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഈ വിവരം രാജാവിനോട് പറഞ്ഞു. രാജാവ് ഉടൻ തന്നെ തൻ്റെ സഭാവാസികളുമായിട്ട് ഈ കുളത്തിനടുത്തേക്ക് വന്നു. ഈ രാജാവിന് 4 മന്ത്രിമാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ശേനകൻ എന്നു പേരായ ഒരു പണ്ഡിതനായിരുന്നു മുഖ്യമന്ത്രി. തൻ്റെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വളർന്നു വരുന്ന ഈ ഔഷധകുമാരനോട് രാജാവിനുള്ള അമിതമായ വിശ്വാസം ഈ ശേനകനെ എപ്പോഴും അസൂയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവ് ഈ കുളത്തിൽ നിന്ന് എങ്ങനെ ഈ രത്നം വീണ്ടെടുക്കും എന്ന് ഔഷധകുമാരനോട് ചോദിക്കുന്നതിന് മുമ്പായിട്ട് താൻ അതിന് ശ്രമിക്കും എന്ന് ശേനകൻ നേരത്തെ വിചാരിച്ചു വെച്ചിരുന്നു. അങ്ങനെ രാജാവ് വന്ന് ഈ കുളത്തിനുള്ളിലേക്ക് നോക്കുകയും തൻ്റെ ഏറ്റവും മുങ്ങൽ വിദഗ്ധരായ പടയാളികളോട് കുളത്തിലിറങ്ങി തപ്പി ആ രത്നം വീണ്ടെടുക്കാൻ പറയുകയും ചെയ്തു. പക്ഷേ ഇവർക്ക് ആർക്കും ഈ രത്നം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ രാജാവ് ഔഷധകുമാരനോട് എന്ത് ചെയ്യണം എന്ന് ചോദിക്കാൻ വേണ്ടി തിരിഞ്ഞതും ശേനകൻ ഓടി വന്ന്, "തമ്പുരാനെ, ഞാനിത് ചെയ്തു കൊള്ളാം, എനിക്കറിയാം ഇതെങ്ങനെയാണ് എടുക്കേണ്ടത്" എന്ന് പറഞ്ഞു. ഔഷധകുമാരനെ ഒരു വാക്കുപോലും സംസാരിക്കാൻ ഇയാൾ അനുവദിച്ചില്ല. അയാളുടൻ തന്നെ കുറേ പടയാളികളെ വിളിച്ചുകൊണ്ട് വന്ന് ഈ കുളത്തിലെ വെള്ളം കോരി വറ്റിക്കാൻ പറഞ്ഞു. അപ്പോൾ ഔഷധകുമാരൻ തടഞ്ഞു. "അതിൻ്റെ ആവശ്യമില്ല, കുളത്തിലെ വെള്ളം വറ്റിക്കേണ്ട" എന്ന് പറഞ്ഞു. അപ്പോൾ ശേനകൻ പറഞ്ഞു, "മഹാരാജാവ് എന്നോടാണ് ഈ രത്നം വീണ്ടെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്, നിന്നോടല്ല. അതുകൊണ്ട് നീ ഒന്നും മിണ്ടണ്ട." പിന്നീട് ഔഷധകുമാരനൊന്നും പറയാൻ പോയില്ല. അങ്ങനെ ഈ ശേനകൻ തൻ്റെ പടയാളികളെ ചേർത്ത് കൂട്ടി ഈ കുളം മുഴുവൻ കോരി വറ്റിച്ചു. കുളത്തിലെ വെള്ളം മുഴുവൻ വറ്റിയതോടെ രത്നം കാണാനില്ലാതായി. അതെവിടെ പോയി എന്ന് കാണാൻ വയ്യ. ഇത് വലിയ അത്ഭുതമായിട്ട് എല്ലാവർക്കും തോന്നി. ഉടൻ തന്നെ വീണ്ടും കുളത്തിൽ വെള്ളം കോരി നിറയ്ക്കാനായി അടുത്ത ശ്രമം. അങ്ങനെ പടയാളികളെല്ലാവരും കൂടി തൊട്ടടുത്ത കിണറ്റിൽ നിന്നും കുളത്തിൽ നിന്നും ഒക്കെ വെള്ളം കോരിക്കൊണ്ട് വന്ന് ഈ കുളം വീണ്ടും നിറച്ചു. നോക്കുമ്പോൾ അതാ കിടക്കുന്നു രത്നം. ഇതൊരു കുഴയ്ക്കുന്ന പ്രശ്നമായിട്ട് രാജാവ് തോന്നി. അപ്പോൾ അദ്ദേഹം ഔഷധകുമാരനെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, "കുഞ്ഞെ, ഇനി എങ്ങനെയാണ് ഈ രത്നം നമ്മൾ എടുക്കുന്നത്?" അപ്പോൾ ഔഷധകുമാരൻ പറഞ്ഞു, "മഹാരാജൻ, ഈ രത്നം ആ കുളത്തിലല്ല കിടക്കുന്നത്." ഇതും പറഞ്ഞുകൊണ്ട് ഔഷധകുമാരൻ ചെന്ന് ഒരു വലിയ താലം എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ആ താലത്തിൽ വെള്ളം നിറച്ച് രാജാവിനെ കാണിച്ചു കൊടുത്തു. നോക്കുമ്പോൾ അതാ ആ രത്നം താലത്തിൽ കിടക്കുന്നു. അപ്പോൾ രാജാവ് ചോദിച്ചത്, "എങ്ങനെയാണ് ഈ താലത്തിൽ രത്നം കാണുന്നത്?" അപ്പോൾ ഔഷധകുമാരൻ പറഞ്ഞു, "ഈ രത്നം കാണുന്നത് താലത്തിലല്ല, ഈ നിൽക്കുന്ന പനയുടെ മുകളിലെ കാക്കക്കൂട്ടിലൊരു രത്നം ഇരിപ്പുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് നാം ഈ വെള്ളത്തിൽ കണ്ടുകൊണ്ടിരുന്നത്." രാജാവ് ഉടൻ തന്നെ തൻ്റെ സേവകരോട് പനയുടെ മുകളിലേക്ക് കയറാൻ ആജ്ഞാപിച്ചു. അവരെ പനയുടെ മുകളിൽ ചെന്നപ്പോൾ നേരാണ്, കാക്കക്കൂട്ടിൽ നല്ല വലിപ്പമുള്ളൊരു രത്നം ഇരിപ്പുണ്ട്. അവരാ രത്നം എടുത്തുകൊണ്ട് രാജാവിനെ സമർപ്പിച്ചു. ഔഷധകുമാരൻ്റെ ബുദ്ധിശക്തിയിൽ രാജാവിന് വളരെയധികം സന്തോഷം തോന്നി. അതോടെ ഈ ശേനകൻ എന്ന മന്ത്രിക്ക് ഔഷധകുമാരനോട് വളരെയധികം വിരോധവുമായി. നേരത്തെ തന്നെ അയാൾക്ക് ഔഷധകുമാരനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇങ്ങനൊരു കാര്യം വന്നതോടെ അയാളുടെ വിരോധം കൂടി. ഇങ്ങനെ ഇരിക്കെ ഈ രാജ്യത്തിലെ മറ്റൊരു സ്ഥലത്ത് ഒരു ഗുരു ഉണ്ടായിരുന്നു. ആ ഗുരുവിന് കുറേ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ഈ ശിഷ്യന്മാരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അവരെല്ലാവരും ഗുരുവിനോട് യാത്ര ചോദിച്ച് തങ്ങളുടെ വീടുകളിലേക്ക് പോകാനിറങ്ങുമ്പോൾ ഗുരു തൻ്റെ മൂത്ത ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, "ശിഷ്യ, നമ്മളുടെ പാരമ്പര്യമനുസരിച്ച് ശിഷ്യന്മാരിൽ മൂത്ത ആൾ
ഗുരുവിൻ്റെ മകളെ വിവാഹം കഴിക്കണമെന്നുണ്ട്. അതുകൊണ്ട് നീ എൻ്റെ മകളെ വിവാഹം കഴിക്കണം. ഇത് കേട്ട ഈ ശിഷ്യൻ ആകെ അമ്പരന്ന് പോയി. അവന് ഗുരുവിൻ്റെ മകളെ വിവാഹം കഴിക്കാൻ യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗുരു പറഞ്ഞു, ഇത് നമ്മളുടെ ആചാരമാണ്, നീ ഈ ആചാരം അനുസരിച്ചേ പറ്റൂ. അങ്ങനെ മറ്റൊരു മാർഗവുമില്ലാതെ, ഒരു ഗത്യന്തരവുമില്ലാതെ ഈ ശിഷ്യൻ ഗുരുവിൻ്റെ മകളെ വിവാഹം കഴിച്ചു. ഈ പെൺകുട്ടി അതീവ സുന്ദരിയായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഇവളെയും കൊണ്ട് ഇവൻ തൻ്റെ വീട്ടിലേക്ക് നടന്നു. വനപാതയിലൂടെയായിരുന്നു യാത്ര. പോകുന്ന വഴി അത്രയും ഈ ശിഷ്യൻ എങ്ങനെയെങ്കിലും ഈ പെൺകുട്ടിയെ ഉപേക്ഷിക്കാനുള്ള മാർഗത്തെപ്പറ്റിയാണ് ചിന്തിച്ചിരുന്നത്. അവൾ ബുദ്ധിമതിയാണ്, അതീവ സുന്ദരിയുമാണ്. താൻ അത്ര മിടുക്കനൊന്നുമല്ല, താനൊരു ദരിദ്രനാണ്. ഇങ്ങനെയൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ തനിക്ക് എപ്പോഴും അപകർഷതാബോധം ഉണ്ടാവും. അവളുടെ മുന്നിൽ ഒരിക്കലും അഭിമാനത്തോടെ പെരുമാറാൻ തനിക്ക് കഴിയുകയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവളെ ഒഴിവാക്കണം എന്ന് കരുതി തന്നെയാണ് ഇവൻ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ പോകുമ്പോൾ ഒരു വലിയ അത്തിമരം നിൽക്കുന്നത് കണ്ടു. അതിൽ നിറയെ പഴങ്ങളുണ്ടായിരുന്നു. ഈ ശിഷ്യൻ ഉടൻ തന്നെ ഈ മരത്തിലേക്ക് വലിഞ്ഞു കയറി. മരത്തിന് മുകളിൽ കയറിയിരുന്നുകൊണ്ട് അവൻ അത്തിപ്പഴങ്ങൾ പറിച്ച് തിന്നാൻ തുടങ്ങി. അപ്പോൾ ഇവൻ്റെ ഭാര്യ താഴെ നിന്നുകൊണ്ട് എനിക്കും കൂടി കുറച്ച് പഴങ്ങൾ തരുമെന്ന് പറഞ്ഞു. ഇത് കേട്ട ഈ ശിഷ്യൻ അവളോട് പറഞ്ഞു, എനിക്ക് വയ്യ, വേണമെങ്കിൽ നീ മരത്തിൽ കയറി വന്ന് പറിച്ച് തിന്നുവെന്ന്. തൻ്റെ ഭർത്താവ് തന്നോട് മരത്തിൽ കയറി ചെല്ലാനാണ് പറയുന്നത് എന്ന് കരുതിയ ഈ പെൺകുട്ടി അവന് പിന്നാലെ മരത്തിന് മുകളിലേക്ക് കയറി ചെന്നു. അവിടെ ഇരുന്ന് അവളും അത്തിപ്പഴങ്ങൾ പറിച്ച് തിന്നാൻ തുടങ്ങി. എന്നാൽ ഉടൻ തന്നെ അവളുടെ ഭർത്താവ് മരത്തിന് താഴെ ഇറങ്ങി. എന്നിട്ട് അതിന് ചുറ്റുപാട് നിന്ന ചെടികളിൽ നിന്ന് ആവുന്നത്ര മുൾച്ചെടികൾ വലിച്ചു പറിച്ചു കൊണ്ടുവന്ന് ആ മരത്തിന് ചുറ്റും വിതറി. എന്നിട്ട് പറഞ്ഞു, നീ ഇനി ആ മരത്തിന് മുകളിൽ ഇരുന്നാൽ മതി. നീ താഴെ ഇറങ്ങിയാണെങ്കിൽ നീ മുള്ളിലേക്കായിരിക്കും വീഴുന്നത്. എനിക്ക് നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ യാതൊരു താല്പര്യവുമില്ല. നിന്നെ ഭാര്യയാക്കാനും താല്പര്യമില്ല. ഞാൻ പോവുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് ഈ ശിഷ്യൻ അങ്ങ് ഓടിപ്പോയി. ഈ പെൺകുട്ടി മരത്തിന് മുകളിൽ ഒറ്റയ്ക്കായി. മൂർത്ത മുള്ളുകൾ കൊണ്ട് ആ മരത്തിന് ചുറ്റുപാടും അവൻ നിറച്ചിരുന്നതുകൊണ്ട് അവൾക്ക് മരത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ പറ്റിയില്ല. അവളൊരു മരക്കൊമ്പിൽ അവിടെ അങ്ങനെ ഇരുന്നു. പക്ഷേ ഈ പാതയിലൂടെ ആ സമയത്ത് രാജാവും തൻ്റെ പരിവാരങ്ങളും വന്നു. അദ്ദേഹം വരുമ്പോൾ മരത്തിന് മുകളിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടു. ഇത് വളരെ വിചിത്രമായി തോന്നിയ രാജാവ് അവളോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് അവൾ തൻ്റെ ദുഃഖകഥ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ സേവകരോട് ആ മുള്ളെല്ലാം മാറ്റിയിട്ട് ആ പെൺകുട്ടിയെ താഴെ ഇറക്കാൻ പറഞ്ഞു. അങ്ങനെ അവൾ താഴെ ഇറങ്ങി വന്നു. അപ്പോൾ അദ്ദേഹം ഔഷധകുമാരനോട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഉപദേശം ചോദിച്ചു. ഔഷധകുമാരൻ പറഞ്ഞു, ആരും ആശ്രയത്തിനില്ലാത്ത സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത് രാജാവിൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് അങ്ങ് ഈ പെൺകുട്ടിയെ നമ്മുടെ കൊട്ടാരത്തിലേക്ക് വിളിച്ചുകൊണ്ട് വരണം. അങ്ങനെ ഈ പെൺകുട്ടിയെ രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു. അവൾ അതീവ സുന്ദരിയായിരുന്നു, നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇവളെ കണ്ട മാത്രയിൽ രാജാവിന് അവളെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പണ്ഡിതരെ വിളിച്ചിട്ട് നേരത്തെ വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിയെ ഭർത്താവ് ഉപേക്ഷിച്ചാൽ അവളെ രാജാവ് വിവാഹം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് അന്വേഷിച്ചു. അവരാരും കുഴപ്പമൊന്നും പറഞ്ഞില്ല. അങ്ങനെ രാജാവ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച തൻ്റെ ഭാര്യയ്ക്ക് അദ്ദേഹം പുതിയൊരു പേരും ഇട്ടു. അത്തിമരത്തിന് ഔദുംബരം എന്നൊരു പേരുണ്ട്. അതുകൊണ്ട് അത്തിമരത്തിൽ നിന്ന് കിട്ടിയ പെൺകുട്ടിയെ അദ്ദേഹം ഉദുംബരാദേവി അല്ലെങ്കിൽ ഔദുംബരാദേവി എന്നാണ് വിളിച്ചത്. അങ്ങനെ ഔദുംബരാദേവി എന്ന ഈ രാജ്ഞിയുമായിട്ട് രാജാവ് വളരെ സന്തോഷത്തോടെ ജീവിതം തുടങ്ങി. ഒരു നല്ല ചേർച്ചയുള്ള ദമ്പതിമാരായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവ് തൻ്റെ ഭാര്യയായ ഔദുംബരാദേവിയോടൊപ്പം വഞ്ചിയിൽ കയറി ഒരു യാത്ര പോയി. കുറച്ച് ദൂരെയുള്ള സ്ഥലത്തേക്ക് തീർത്ഥാടനത്തിന് പോയതായിരുന്നു അവർ. പോകുന്ന വഴിക്ക് കുറേ മത്സ്യക്കച്ചവടക്കാരുടെ അടുത്തുകൂടി അവർക്ക് പോവേണ്ടി വന്നു. മത്സ്യക്കച്ചവടം നടത്തുന്ന കുറേ ആൾക്കാർ ഒരു കടവിൽ കൂടി നിൽക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ ഒരാളെ കണ്ടപ്പോൾ ഔദുംബരാദേവി അയാളെ കുറച്ച് നേരം സൂക്ഷിച്ച് നോക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തു. ഇത് ശ്രദ്ധിച്ച രാജാവ് അത് ആരാണ് എന്ന് തൻ്റെ ഭാര്യയോട് ചോദിച്ചു. അപ്പോൾ അത് തൻ്റെ മുൻ ഭർത്താവാണ് എന്നവർ പറഞ്ഞു. അതോടെ രാജാവിന് കലശലായ ദേഷ്യം വന്നു. തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വന്ന രാജാവ് തൻ്റെ ഭാര്യയോട് കൊട്ടാരം വിട്ടു പോയിക്കൊള്ളാൻ ആജ്ഞാപിച്ചു. നീ എൻ്റെ കൂടെ ജീവിക്കുമ്പോഴും നിൻ്റെ മുൻ ഭർത്താവിനെ പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ രാജാവ് തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ തയ്യാറായി. ഇതറിഞ്ഞുകൊണ്ട് ഔഷധകുമാരൻ അവിടെ എത്തി. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ 4 മന്ത്രിമാരും അവിടെ എത്തി. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശേനകൻ ഉടൻ തന്നെ രാജാവിനോട് പറഞ്ഞത്, അങ്ങ് ചെയ്തത് ഉചിതമായ കാര്യമാണ്. സ്ത്രീകൾ എപ്പോഴും ചപല ചിത്തകളാണ്. അവരുടെ മനസ്സ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചാഞ്ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഔഷധകുമാരൻ രാജാവിനെ വണങ്ങിയിട്ട് പറഞ്ഞു, മഹാരാജാവ് അത് അങ്ങനെയല്ല. അങ്ങയുടെ ഭാര്യയായ ഔദുംബരാദേവിയുടെ വാക്കുകൾ കൂടി കേൾക്കണം. ഒരാൾ എത്ര വലിയ പാപിയാണെങ്കിലും തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ഒരു അവസരം കൊടുക്കേണ്ടതുണ്ട്. ഇത് കേട്ട രാജാവ് ഔദുംബരാദേവിയെ വിളിച്ചിട്ട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു.
രാജ്ഞി പറഞ്ഞത് താൻ അയാളെ നോക്കി ചിരിച്ചതിനൊരു കാരണമുണ്ട്. തന്നെ കൊടുങ്കാറ്റിൽ ഒരു മരത്തിന് മുകളിൽ അയാൾ ഉപേക്ഷിച്ച് പോയതാണ്. എന്നിട്ട് അയാൾ ഇപ്പോൾ ദരിദ്രനായിട്ട് മുഷിഞ്ഞ വസ്ത്രങ്ങളോടെ ഒരു മീൻപിടുത്തക്കാരനായിട്ട് ഒരു കടവിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അന്ന് അയാൾ തന്നെ കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ തൻ്റെ സ്ഥിതി എന്തായേനേയും എന്ന് ചിന്തിച്ചതാണ്. ഇപ്പോൾ താൻ രാജ്ഞിയുടെ പദവിയിൽ ഇരുന്നുകൊണ്ട് അയാളെ അങ്ങനെ നോക്കി കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം കൊണ്ട് ചിരിച്ചു പോയതാണ്. ഈ വിശദീകരണം രാജാവിന് വളരെ തൃപ്തികരമായിട്ട് തോന്നി. അദ്ദേഹം തൻ്റെ ഭാര്യയോട് മാപ്പ് പറയുകയും തന്നെ നേർവഴി കാണിച്ചു തന്നതിന് ഔഷധകുമാരനോട് നന്ദി പറയുകയും ചെയ്തു. ഈ കാര്യം കൂടെ നടന്നതോടെ മന്ത്രിക്ക് ഈ ഔഷധകുമാരനോട് വളരെയധികം വിരോധം തോന്നി. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല മറ്റു 3 മന്ത്രിമാർക്കും. എങ്ങനെയെങ്കിലും ഔഷധകുമാരനെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കണം എന്ന് തന്നെ അവർ ചിന്തിച്ചു. അങ്ങനെ ഇരിക്കെ രാജകൊട്ടാരത്തിൽ വെച്ച് ഒരിക്കൽ രാജാവ് ഒരു ചോദ്യം ചോദിച്ചു. ഒരു വിഡ്ഢിയായ ധനികനാണോ അതോ ദരിദ്രനായ ബുദ്ധിമാനാണോ മിടുക്കൻ എന്നായിരുന്നു ആ ചോദ്യം. ചോദ്യം കേട്ട മാത്രയിൽ ശേനകൻ ചാടി എഴുന്നേറ്റ് ഒരാൾ എത്ര ബുദ്ധിമാനാണെങ്കിലും അയാൾക്ക് പണമില്ലെങ്കിൽ ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞു. ദരിദ്രന് ഒരു ധനികൻ്റെ കീഴിൽ ജോലിയെടുത്ത് ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഇത് കേട്ട ഔഷധകുമാരൻ ഇത് തെറ്റാണെന്ന് വാദിച്ചു. ഔഷധകുമാരൻ്റെ അഭിപ്രായ പ്രകാരം ഒരാൾക്ക് പണമല്ല, അയാൾക്ക് ബുദ്ധിയാണ് വേണ്ടത്. ബുദ്ധിയില്ലാത്ത ഒരു ധനികൻ തൻ്റെ ധനം ദൂർത്തടിക്കുകയും അതുകൊണ്ട് പാപങ്ങൾ ചെയ്യുകയും ചെയ്യും. തൻ്റെ പണം എങ്ങനെ ചെലവഴിക്കണം എന്ന അറിവ് ബുദ്ധിയില്ലാത്ത ഒരു ധനികന് ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ശേനകൻ പറഞ്ഞത് ഇത് തികച്ചും തെറ്റായ ഒരു വാദമാണ്. ഒരാൾക്ക് പണമുണ്ടെങ്കിൽ അയാൾ വിഡ്ഢിയാണെങ്കിൽ പോലും അയാൾക്ക് ഒരു ദരിദ്രനായ ബുദ്ധിമാൻ്റെ ഉപദേശങ്ങൾ തേടാൻ പറ്റും. രാജാവിൻ്റെ കാര്യം തന്നെ നോക്കൂ. രാജാവ് ഒരു രാജാവായതുകൊണ്ട് ധനമുള്ളതുകൊണ്ട് 4 മന്ത്രിമാരുടെ, അതും പണ്ഡിതരായ 4 മന്ത്രിമാരുടെ ഉപദേശങ്ങൾ കിട്ടുന്നുണ്ട്. അത് ധനത്തിൻ്റെ മഹിമയല്ലേ കാണിക്കുന്നത്. ബുദ്ധിമാന്മാരായ ഈ പണ്ഡിതരുടെ സ്ഥാനം രാജാവിന് താഴെയല്ലേ. ബുദ്ധിയുണ്ടായിട്ട് എന്ത് കാര്യം? അപ്പോൾ ഔഷധകുമാരൻ പറഞ്ഞു അത് ശരിയല്ല. മഹാന്മാരായ രാജാക്കന്മാർ ഭരിക്കുന്നത് ബുദ്ധിമാന്മാരായ മന്ത്രിമാരുടെ ഉപദേശപ്രകാരമാണ്. അത്തരം ഉപദേശങ്ങൾ കൊടുക്കാൻ മന്ത്രിമാരില്ലെങ്കിൽ ആ ഭരണം നന്നാവുകയില്ല. അതുകൊണ്ട് ബുദ്ധിശക്തിക്കാണ് പ്രധാനം, ധനത്തിനല്ല. ഔഷധകുമാരൻ്റെ ഈ വാദങ്ങൾ രാജാവിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഔഷധകുമാരനെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇതും കൂടി ആയതോടെ മന്ത്രിമാരുടെ വിദ്വേഷം വീണ്ടും വീണ്ടും കൂടിക്കൂടി വന്നു. എന്നാൽ ഇതൊക്കെ അറിഞ്ഞ രാജ്ഞി ഔഷധകുമാരനെ കൊട്ടാരത്തിലേക്ക് വിളിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഒരു വിവാഹം കഴിക്കണം എന്ന് രാജ്ഞി ഔഷധകുമാരനോട് ആവശ്യപ്പെട്ടു. ഔഷധകുമാരൻ അത് അനുസരിക്കുകയും അടുത്ത ഗ്രാമത്തിൽ നിന്ന് അതിസുന്ദരിയും ബുദ്ധിമതിയുമായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഔഷധകുമാരൻ്റെ ഭാര്യയുടെ പേര് അമരാദേവി എന്നായിരുന്നു. അമരാദേവിയുടെ സൗന്ദര്യവും ബുദ്ധിശക്തിയും ഒക്കെ അറിഞ്ഞ ഈ പണ്ഡിതന്മാർക്ക് വീണ്ടും വീണ്ടും അസൂയ മൂത്തു. ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കി. അതിൻ പ്രകാരം മുഖ്യമന്ത്രിയായ ശേനകൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരിക്കൽ കടന്നു ചെന്നിട്ട് അന്തഃപുരത്തിലിരുന്ന അദ്ദേഹത്തിൻ്റെ കിരീടത്തിൽ നിന്ന് നേരത്തെ കുളത്തിൽ നിന്ന് കിട്ടിയ ആ ചുവന്ന രത്നം പതിപ്പിച്ചിരുന്നത് ഊരിയെടുത്തു. എന്നിട്ട് അതുമായിട്ട് തൻ്റെ ഗൃഹത്തിലേക്ക് പോയി ഒരു കുടത്തിലാക്കി ആ കുടത്തിൽ തൈര് നിറച്ചു. ആ തൈര് തൻ്റെ വീട്ടിലെ ഒരു ജോലിക്കാരിയെ വിളിച്ചേൽപ്പിച്ചിട്ട് ഇത് തെരുവിൽ കൊണ്ടുപോയി വിൽക്കണമെന്ന് പറഞ്ഞു. അത് മറ്റാർക്കും വിൽക്കരുത്, അമരാദേവിക്ക് മാത്രമേ വിൽക്കാവൂ. ഔഷധകുമാരൻ്റെ ഭാര്യയായ അമരാദേവി. ഈ ജോലിക്കാരിയെ സമ്മതിച്ചു. അങ്ങനെ ഇവർ തൈരുമായിട്ട് തെരുവിലേക്ക് പോയി. എന്നാൽ ഇവർ തെരുവിൽ ചെന്നപ്പോൾ മുതൽ ഓരോരുത്തർ തൈര് ഞങ്ങൾക്ക് തരൂ, തൈര് ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞു തുടങ്ങി. എത്ര വില കൊടുക്കാമെന്ന് ആരൊക്കെ പറഞ്ഞിട്ടും ഈ സ്ത്രീ ആ തൈര് വിൽക്കാൻ തയ്യാറായില്ല. അവർ വീണ്ടും മുന്നോട്ട് നടന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് അമരാദേവി വീടിൻ്റെ മട്ടുപ്പാവിലിരിക്കുന്നുണ്ടായിരുന്നു. ഇതിലെന്തോ രഹസ്യമുണ്ടെന്ന് അവൾക്ക് തോന്നി. അവൾ താഴെ ഇറങ്ങി വന്ന് ഈ ജോലിക്കാരിയെ വിളിച്ചു. നിൽക്കൂ, ഈ തൈര് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ജോലിക്കാരി വേഗം ചെന്നിട്ട് ഉണ്ട് നിനക്ക് തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ തൈര് അമരാദേവിയെ ഏൽപ്പിച്ചു. അമരാദേവിയാണെങ്കിൽ അതിനെന്ത് വില വേണം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വിലയൊന്നും വേണ്ട, വെറുതെ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അവിടെ നിന്ന് പോയി കളഞ്ഞു. അമരാദേവി ഉടൻ തന്നെ തൻ്റെ ഒരു ജോലിക്കാരിയെ വിളിച്ചിട്ട് ഈ തൈര് വിറ്റ സ്ത്രീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പിന്നാലെ പോയി അന്വേഷിച്ചറിയാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം അവർ ഈ തൈര് കൊണ്ടുവന്ന് അടുക്കളയിൽ വെച്ചു. ഈ സമയത്ത് രാജകൊട്ടാരത്തിൽ വലിയ കോലാഹലം നടക്കുകയായിരുന്നു. രാജാവിൻ്റെ കിരീടത്തിലെ രത്നം കാണാനില്ല. വിവരമറിഞ്ഞ് മന്ത്രി ഓടിയെത്തി. അപ്പോൾ രാജാവ് പറഞ്ഞു, നമ്മുടെ സുരക്ഷയിൽ വളരെയധികം വലിയ വീഴ്ച വന്നിട്ടുണ്ട്, പുറത്തു നിന്ന് ആരും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ശേനകൻ പറഞ്ഞു, ഇല്ല മഹാരാജാവേ, പുറത്തു നിന്ന് ആരും ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. ഇത്രയധികം കാവൽക്കാരുള്ള സ്ഥലത്ത് പുറത്തു നിന്ന് ഒരാൾ വന്ന് എങ്ങനെ മോഷണം നടത്തും? ഇതകത്തുള്ള ആരോ ആണ്. അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യണം, ഞാൻ ഉൾപ്പെടെ അങ്ങയുടെ കൊട്ടാരത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരുടെയും വീടുകൾ പരിശോധിക്കാൻ പറയണം.
രാജാവിന് ഇത് നല്ല കാര്യമായിട്ട് തോന്നി. അങ്ങനെ രാജാവ് തൻ്റെ ഭടന്മാരെ വിളിച്ചിട്ട് രാജകൊട്ടാരത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരുടെ വീടുകൾ അന്വേഷിക്കാൻ പറഞ്ഞു. ഈ സമയത്ത് അമരാദേവി അയച്ച ജോലിക്കാരി തിരിച്ചു വരികയും അമരാദേവിയോട് ആ തൈര് വെറ്റ സ്ത്രീ മന്ത്രിയായ ശേനകൻ്റെ വീട്ടിലേക്ക് കയറി പോകുന്നത് കണ്ടു എന്ന് പറയുകയും ചെയ്തു. ഇതിലെന്തോ കുഴപ്പമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അമരാദേവി നിൽക്കുമ്പോഴേക്കും വാതിലിൽ മുട്ടുകേട്ടു. കുറേ രാജഭടന്മാരാണ് വന്നത്. അവർ വീട് പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടു. അമരാദേവി എതിർപ്പൊന്നും പറഞ്ഞില്ല. എന്നാൽ വീട് പരിശോധിച്ച സേവകർ വീട്ടിലെ അടുക്കളയിലെ കലത്തിൽ നിന്നും രാജാവിൻ്റെ കിരീടത്തിൽ നിന്നും മോഷണം പോയ രത്നം വീണ്ടെടുക്കുകയും അങ്ങനെ ഔഷധകുമാരനെ പിടിച്ചു കെട്ടി കൊട്ടാരത്തിൽ ഹാജരാക്കുകയും ചെയ്തു. ഔഷധകുമാരൻ പറഞ്ഞതൊന്നും രാജാവ് കേൾക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ഉടൻ തന്നെ ഔഷധകുമാരനെ നാട് കടത്തി. വളരെ ദുഃഖിതരായ ഔഷധകുമാരൻ ആ നാട് വിട്ട് ദൂരേക്ക് പോയി. 2-3 ദിവസങ്ങൾക്ക് ശേഷം രാജാവിൻ്റെ കോപം ഒന്ന് ആറി തണുത്തതിന് ശേഷം രാജ്ഞി രാജാവിൻ്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, അങ്ങേക്ക് തോന്നുന്നുണ്ടോ ഔഷധകുമാരൻ ഇങ്ങനെ ചെയ്യുമെന്ന്? എത്രയോ കാലമായിട്ട് അവൻ ഈ കൊട്ടാരത്തിൽ ജീവിക്കുന്നു. അവനാവശ്യമില്ലാതെ ഒരു പുൽത്തുരും പോലും ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടോ? അപ്പോൾ അവൻ അങ്ങനെ ഒരു കൃത്യം ചെയ്യുമെന്ന് അങ്ങേക്ക് എങ്ങനെ തോന്നി? അവനെ ഒന്ന് വിളിച്ച് ചോദിക്കണം. രാജ്ഞിയുടെ ഉപദേശം ശരിയാണ് എന്ന് രാജാവിന് അപ്പോൾ തോന്നി. അദ്ദേഹത്തിൻ്റെ ദേഷ്യം ഒന്ന് ആർത്തണുത്തിരുന്നു. നാട് കടത്തിയ ഔഷധകുമാരനെ അദ്ദേഹം തിരിച്ചു വിളിച്ചു. ഔഷധകുമാരനോട് കാര്യം ചോദിച്ചപ്പോൾ എനിക്കിതിനെപ്പറ്റി അറിയില്ല, എൻ്റെ ഭാര്യയെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഔഷധകുമാരൻ്റെ ഭാര്യയായ അമരാദേവി കൊട്ടാരത്തിലെത്തുകയും തൻ്റെ വീട്ടിൽ തൈര് കൊണ്ടുവന്ന് വിറ്റ സ്ത്രീയെ തനിക്ക് അറിയാമെന്നും അവരെ വിളിക്കാൻ അനുവദിക്കണമെന്നും രാജാവിനോട് പറയുകയും ചെയ്തു. അങ്ങനെ ശേനകൻ്റെ വീട്ടിലെ ജോലിക്കാരിയെ രാജാവിൻ്റെ മുന്നിൽ ഹാജരാക്കുകയും ചോദ്യം ചെയ്തപ്പോൾ അത് ശേനകൻ പറഞ്ഞിട്ടാണ് താൻ ചെയ്തത് എന്ന് അവർ പറയുകയും ചെയ്തു. രാജാവ് ഉടൻ തന്നെ ശേനകനെ ബന്ധനസ്ഥനാക്കാൻ ആജ്ഞാപിച്ചു. അപ്പോൾ ഔഷധകുമാരൻ തടഞ്ഞു. അദ്ദേഹം വെറുതെ തമാശയ്ക്ക് ചെയ്തതായിരിക്കും, അദ്ദേഹത്തിന് എന്നോട് അങ്ങനെ വിരോധമൊന്നുമില്ല, അതുകൊണ്ട് അദ്ദേഹത്തിനോട് മാപ്പാക്കണം എന്ന് പറഞ്ഞ് ഔഷധകുമാരൻ ശേനകന് വേണ്ടി വാദിച്ചു. ഒരു തവണ അബദ്ധം പറ്റിയതുകൊണ്ട് ഇനിയും അങ്ങനെ പറ്റരുതല്ലോ എന്ന് കരുതി രാജാവ് ഈ ശേനകനോട് ക്ഷമിക്കുകയും ചെയ്തു. എന്നാൽ ഇക്കാര്യങ്ങൾ കൊണ്ടൊന്നും ശേനകൻ്റെ മനസ്സ് മാറിയില്ല. ഔഷധകുമാരൻ തനിക്ക് ഉപകാരം ചെയ്തു, ശരി തന്നെ എന്ന് കരുതി അവനോട് മാപ്പൊന്നും കൊടുക്കണ്ട, അവനോട് നന്മ പ്രവർത്തിക്കേണ്ട എന്ന് തന്നെയായിരുന്നു ശേനകൻ്റെ ചിന്ത. ആ ഇടയ്ക്ക് സൈന്യത്തിലെ മുഖ്യ സേനാധിപനായിട്ട് രാജാവ് ഔഷധകുമാരനെ നിയമിച്ചിരുന്നു. ഔഷധകുമാരൻ്റെ ഉയർച്ചയിൽ ശേനകനോളം ദുഃഖം മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. ശേനകൻ ഔഷധകുമാരനെ അഭിനന്ദിക്കാൻ എന്ന മട്ടിൽ അവൻ്റെ വീട്ടിലൊരു ദിവസം ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഔഷധകുമാര, നിൻ്റെ ബുദ്ധിശക്തിയിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഇനി മുതൽ നീ എനിക്ക് കുറച്ച് ഉപദേശങ്ങളൊക്കെ തരണം കേട്ടോ. എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. ഒരു മനുഷ്യൻ എന്താണ് ആദ്യം നേടേണ്ടത്? ഔഷധകുമാരൻ പറഞ്ഞു, ഒരു മനുഷ്യൻ ആദ്യം നേടേണ്ടത് സത്യമാണ്. അപ്പോൾ ശേനകൻ ചോദിച്ചു, രണ്ടാമതെന്താ ഒരു മനുഷ്യൻ നേടേണ്ടത്? ഔഷധകുമാരൻ പറഞ്ഞു, രണ്ടാമത് നേടേണ്ടത് ധനമാണ്. മൂന്നാമത് ഒരു മനുഷ്യൻ എന്താ നേടേണ്ടത്? അപ്പോൾ ഔഷധകുമാരൻ പറഞ്ഞു, ഒരു മനുഷ്യൻ മൂന്നാമത് നേടേണ്ടത് അറിവാണ്. നാലാമത് എന്താ നേടേണ്ടത്? അപ്പോൾ ഔഷധകുമാരൻ പറഞ്ഞു, ഒരു മനുഷ്യൻ നാലാമത് നേടേണ്ടത് രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവാണ്. അപ്പോൾ മന്ത്രി ചോദിച്ചു, അപ്പോൾ നീ ഒരിക്കലും രഹസ്യങ്ങൾ പുറത്തു പറയുകയില്ലേ? ഔഷധകുമാരൻ പറഞ്ഞു, അതൊരു രഹസ്യമാണെങ്കിൽ ഞാൻ ഒരിക്കലും പുറത്തു പറയുകയില്ല. ഇത് കേട്ടപാടെ ശേനകൻ നേരെ രാജാവിൻ്റെ അടുത്തേക്ക് വെച്ചടിച്ചു. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, അങ്ങയുടെ സേനാധിപനായ ഔഷധകുമാരൻ അങ്ങയ്ക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട്. അതിൻ്റെ രഹസ്യങ്ങളൊക്കെ അയാൾക്കറിയാം. അയാളത് ആരോടും പറയുന്നില്ല. ആദ്യമൊന്നും രാജാവ് ഇത് വിശ്വസിച്ചില്ലെങ്കിലും ശേനകൻ പല ദിവസങ്ങളായിട്ട് രാജാവിനോട് തുടർച്ചയായിട്ട് ഇത് പറഞ്ഞതുകൊണ്ട് രാജാവിന് എന്തോ ഒരു സംശയം തോന്നി. അങ്ങനെ ഒരു ദിവസം രാജാവ് ഈ മന്ത്രിക്കൊപ്പം ഔഷധകുമാരനെ കാണാനെത്തി. രാജാവിനെ ഒരു സ്ഥലത്ത് മാറ്റിയിരുത്തിയിട്ട് ഈ ശേനകൻ ഔഷധകുമാരൻ്റെ അടുത്തെത്തി. എന്നിട്ട് ഉറക്കെ ചോദിച്ചു, ഔഷധകുമാര, നീ ആരോടാണ് നിൻ്റെ ഉള്ളിലുള്ള രഹസ്യം പറയുക? അപ്പോൾ ഔഷധകുമാരൻ പറഞ്ഞു, ഇല്ല, എൻ്റെ ഉള്ളിലുള്ള രഹസ്യം ഞാൻ ആരോടും പറയുകയില്ല. അപ്പോൾ ശേനകൻ വീണ്ടും ചോദിച്ചു, നേരാണോ? നിൻ്റെ ഉള്ളിലുള്ള രഹസ്യം നീ ആരോടും പറയുകയില്ലേ? അപ്പോൾ ഔഷധകുമാരൻ വീണ്ടും പറഞ്ഞു, ഇല്ല, എൻ്റെ ഉള്ളിലുള്ള രഹസ്യം ഞാൻ ആരോടും പറയുകയില്ല. ഈ വാക്കുകൾ കേട്ടതോടെ ശേനകൻ രാജാവിനെ അർദ്ധഗർഭമായിട്ടൊന്ന് നോക്കി. രാജാവ് തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു. കൊട്ടാരത്തിൽ ചെന്നപ്പോൾ മുതൽ രാജാവിന് ഒന്നിനും ഒരു ഉന്മേഷവും തോന്നിയില്ല. താൻ ഓമനിച്ച് വളർത്തിയ, താൻ വളരെയധികം വിശ്വസിച്ച തൻ്റെ സൈന്യാധിപനായ ഔഷധകുമാരൻ തന്നെ വഞ്ചിക്കുന്നു, തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നെന്ന ചിന്ത പോലും അദ്ദേഹത്തെ വേദനിപ്പിച്ചു. ഔഷധകുമാരൻ പല കാര്യങ്ങളും പറയാൻ വേണ്ടി രാജാവിനെ കാണാൻ വന്നെങ്കിലും രാജാവ് അവനെ ശ്രദ്ധിച്ചതേയില്ല, അവന് മുഖം കൊടുത്തതുമില്ല. ഇത് ഔഷധകുമാരനെ വളരെയധികം വേദനിപ്പിച്ചു. ഔഷധകുമാരൻ
ഇതിനെപ്പറ്റി വീണ്ടും വീണ്ടും ചിന്തിച്ചു. എന്തുകൊണ്ടാണ് രാജാവ് തന്നെ കാണുമ്പോൾ മുഖം തിരിച്ച് കളയുന്നത്? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തോ തെറ്റിദ്ധാരണയുണ്ട്. ശേനകൻ പലതവണയായിട്ട് വന്ന് കണ്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു. ശേനകൻ്റെ സ്വഭാവം അത്ര ശരിയല്ല. പല കാര്യങ്ങളിലായിട്ട് അയാൾ തന്നോട് വിരോധം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളൊന്നുകൂടി സൂക്ഷിക്കണം. അങ്ങനെ ഔഷധകുമാരൻ ഒരു ദിവസം ശേനകൻ്റെ ഒരു കളപ്പുരയുണ്ട്, അവിടേക്ക് പോയി. ശേനകൻ സ്ഥിരമായിട്ട് അങ്ങോട്ട് പോകുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ആ കളപ്പുരയ്ക്കുള്ളിൽ 4 മന്ത്രിമാരും കൂടിയിരുന്ന് ഔഷധകുമാരനെ കൊല്ലാനുള്ള ഗൂഢാലോചന നടത്തുന്നത് കണ്ടു. ഈ രഹസ്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞ ഔഷധകുമാരൻ താൻ ഒപ്പം കൂട്ടിയിരുന്ന ഭടന്മാരോട് ഉടൻ തന്നെ ഈ ഗൂഢാലോചനക്കാരെ പിടിച്ചു കെട്ടാൻ ആജ്ഞാപിച്ചു. അതിനുശേഷം അവരെയും കൂട്ടിക്കൊണ്ട് അവൻ നേരെ രാജകൊട്ടാരത്തിലേക്കെത്തി. എന്നിട്ട് പറഞ്ഞു, മഹാരാജൻ, എനിക്ക് അങ്ങയുടെ കാര്യം പറയാനുണ്ട്. രാജാവ് പറഞ്ഞു, എനിക്ക് നിൻ്റെ ഒരു കാര്യവും കേൾക്കണ്ട. അപ്പോൾ ഔഷധകുമാരൻ പറഞ്ഞു, അങ്ങനെ പറയരുത്. ഞാൻ അങ്ങയുടെ ഒരു ദോഷവും ഇന്നേ വരെ പ്രവർത്തിച്ചിട്ടില്ല. എനിക്ക് അങ്ങയോട് കുറച്ച് സത്യങ്ങൾ പറയാനുണ്ട്. അങ്ങ് നോക്കൂ, ഈ ശേനകൻ എന്ന് പറയുന്ന മന്ത്രി എന്നെ കൊല്ലാൻ ഗൂഢാലോചന നടത്തുകയായിരുന്നു. എന്നിട്ട് ഔഷധകുമാരൻ ശേനകന് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, മഹാമന്ത്രി, അങ്ങ് എപ്പോഴാണോ അങ്ങയുടെ വായിൽ നിന്ന് എന്നെ കൊല്ലാനുള്ള രഹസ്യം പുറത്തുവിട്ടത്, ആ നിമിഷം മുതൽ അത് രഹസ്യമല്ലാതായി തീർന്നു കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലുള്ള രഹസ്യങ്ങൾ ആരോടും പറയരുത് എന്ന് ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ്. ഒരു തവണ രഹസ്യം വായിൽ നിന്ന് പുറത്തു വന്നാൽ പിന്നെ അത് രഹസ്യമല്ല, പരസ്യമാണ്. നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നത് ഇനി മുതൽ പരസ്യമാണ്. ശേനകന് ഒന്നും മിണ്ടാൻ പറ്റിയില്ല. കാരണം സേവകരെല്ലാം സാക്ഷികളായിട്ടുണ്ടല്ലോ. രാജാവിന് വളരെയധികം ജാള്യത തോന്നി. ഇത്ര ദുഷ്ടനായ ഒരാളുടെ വാക്ക് കേട്ട് താൻ ഔഷധകുമാരനെ സംശയിച്ചല്ലോ. എത്രയോ കാലമായിട്ട് അവൻ തനിക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നിട്ടും അവനെ സംശയിച്ചല്ലോ. രാജാവ് അവനോട് മാപ്പ് പറഞ്ഞു. അപ്പോൾ ഔഷധകുമാരൻ പറഞ്ഞു, അങ്ങ് ഒരിക്കലും എന്നോട് അങ്ങനെ പറയരുത്. അങ്ങ് എൻ്റെ സുഹൃത്താണ്, അങ്ങ് എനിക്ക് പിതൃസമ്മാനനാണ്. അങ്ങയോട് ഒരിക്കലും ഞാൻ പിണങ്ങുകയില്ല. അങ്ങ് എന്ത് ചെയ്താലും ഞാൻ അങ്ങയോട് വിരോധം ഭാവിക്കുകയുമില്ല. രാജാവിൻ്റെ ഇത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. തൻ്റെ 4 മന്ത്രിമാരെയും അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കാൻ രാജാവ് ആജ്ഞാപിച്ചു. അതിനുശേഷം അദ്ദേഹം ഔഷധകുമാരൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് വളരെ നന്നായിട്ട് രാജ്യം ഭരിച്ചു. ഇതാണ് ഔഷധകുമാരൻ്റെ കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.